ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ജസ്റ്റ് എന്താ ഞാൻ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി എന്താ ഉറങ്ങി, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് ഉണ്ടാ സ്ലോപ്പിലാണ് കിടന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീട്ടി പോരുന്നുണ്ടായിരുന്നു. ആ സ്ലോപ്പിൽ ഇങ്ങനെ കിടക്കണതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്രൗണ്ട് ലെവല് എന്താ പരപ്പനല്ല, ഇത്തിരി കയറ്റമൊക്കെ ഉണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടക്കിടക്ക് എണീക്കണമെന്ന് അത്ര സുഖമായിരുന്നില്ല. അങ്ങനെ വലിയ കുഴപ്പമുണ്ടായില്ല. ഇന്നലെ രാത്രി വീണ്ടും സ്നോഫാൾ വീഴുന്നു തോന്നുന്നത്. ടെൻറ്റിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഇത്രയും അകത്ത് സ്നോ ആയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഒരു ടെൻറ്റിൽ നമ്മൾ 3 പേരാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ടെൻറ്റിൻ്റെ അകം നിങ്ങൾക്ക് കാണിച്ചില്ല. ഇതാണ് നമ്മൾ നിൽക്കുന്ന ടെൻറ്റിൻ്റെ അകത്ത്. ഇതാണ് ടെൻറ്റിൻ്റെ അകം വരുന്നത്. വെട്ടമില്ലാത്തതുകൊണ്ട് സ്ലീപ്പർ ബാഗ് 3 അത് കണ്ട ഒരു വൈറ്റ് കണ്ട. ടെൻറ്റിൻ്റെ അകമൊക്കെ ഐസായാണ്. എന്തോ അതിന് മേത്തൊന്നും വീണില്ല. സ്ലീപ്പിംഗ് ബാഗ് ഇത്തിരി നനഞ്ഞ് നടക്കണ്ടായിരുന്നു എണീറ്റപ്പോൾ. വേറെ വലിയ ബുദ്ധിമുട്ടില്ല. ടെമ്പറേച്ചറൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ 3 ലെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ചൂടെടുത്തിട്ട് ഞാൻ 3ാമത്തെ ലെയർ മാറ്റി. അവസ്ഥ അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് ടീ 8 AM നമുക്ക് ചായ ടൈം. അപ്പോൾ ചായ കുടിച്ചിട്ട് 8:30 ബ്രേക്ക്ഫാസ്റ്റ്. ഇത് 10:30 ആകുമ്പോൾ. ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? തണുപ്പുണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഐസായല്ലേ? നോക്കുമ്പോൾ തല കിട്ടുമ്പോൾ തലയിൽ ഐസ് കണ്ടില്ലേ? അപ്പോൾ എല്ലാ ടെന്റിലും അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ടെന്റിലായിരുന്നു. ഇന്ന് ബാത്റൂമിൽ പോണതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. 2 ബാത്റൂമാണ് നമുക്കുള്ളത്. അവിടെ പോകണം. പിന്നെ മരത്തിലേക്ക് ഇന്നലെ അത്യാവശ്യം നല്ല സ്നോ ഉണ്ടായി. ഇന്നത് കുറേയൊക്കെ മെൽറ്റായി പോയിട്ടുണ്ട്. പക്ഷേ നിലത്തേക്ക് സ്നോ ഇന്നലെ ഇപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ട്. മരത്തിലെ സ്നോ മൊത്തം നന്നായിട്ടുണ്ടായതൊക്കെ പോയി, വെയിലടിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ ദൂരം മല കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആ മലയൊക്കെ ഫുള്ള് അതിൻ്റെ ടോപ്പൊക്കെ ഫുള്ള് സ്നോ കൊണ്ട് മുടിയേക്കണേ. ആദ്യത്തെ കാണാൻ അതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളിയാണ് കാണാൻ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ വെയിൽ ഇപ്പോൾ സൂര്യൻ ഇപ്പോഴേ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെക്കണം. കാരണം ഈ സൂര്യപ്രകാശം വന്നിട്ട് നമ്മുടെ സ്നോയിലൊക്കെ അടിച്ച് നമ്മുടെ കണ്ണിലോട്ട് ഇടിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് സൺഗ്ലാസ് ഇടണം. ഇപ്പോൾ കുഴപ്പമില്ല, സൂര്യൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നമ്മുടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭായിമാർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് 8:30 ഫുഡ് കഴിക്കുക. അതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇന്ന് 6 മണിയാകുമ്പോഴേക്കും വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നാളെ രാവിലെ 3 മണിയാകുമ്പോൾ എണീറ്റ് സബ്മിറ്റിന് പോകും. അപ്പോൾ ഇന്നത്തെ ക്യാമ്പ് നമ്മളൊരു 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തും. 2 മണിയാകുമ്പോൾ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ 3 മണിക്ക് എണീക്കത്തുള്ളൂ. ഇന്ന് വേറെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊന്നും ഇന്നലത്തെ പോലെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഗൈസ് പല്ലൊന്നും തേച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ പല്ലൊക്കെ തേക്കണമെങ്കിൽ വാര് വെള്ളമൊക്കെ പോകും. രാവിലെ ചാടി നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ രാത്രി എന്തായാലും ഇവരൊക്കെ വന്ന് വിളിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞു. ഞാൻ എണീറ്റ് പോലും ഇല്ല. ഞാൻ അറിഞ്ഞുകൂടില്ല ഇവരെ വിളിച്ചത്. ഞാൻ രാവിലെ എണീക്കാൻ വേണ്ടി കാല് ടെന്റിന്റെ പുറത്തായിരുന്നു. ഇവരെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയണത്. വലിയ കുഴപ്പമുണ്ടായില്ല. ഇന്നലെ കൊള്ളാം അല്ലേ? എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എല്ലാവരും. താമര സിദ്ധാർത്ഥ കോഴിക്കോട് അവിടെ ടൂറിയില് ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ഇന്നിപ്പോൾ എല്ലാവരും പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുക. അതേ നോക്കി ബോക്സറൊക്കെ ഇട്ട് ഫ്രീ കയറിറങ്ങി നമ്മുടെ ഇന്ന് ഫുഡ് പേരൊന്നും അറിയാൻ പാടില്ല, കഴിച്ചു നോക്കണം. പൊഹ എന്നാണ് ഇന്നത്തെ ഫുഡിൻ്റെ ഇത്. നമ്മുടെ നാട്ടിൽ ഉപ്പുമാവ് കൂട്ടിരിപ്പുണ്ട്.
അപ്പോൾ ഇന്നെല്ലാവരും ഡൈനിങ് ടേബിൾ എല്ലാം കഴിക്കണേ. എല്ലാവരും വെയിലൊക്കെ കൊണ്ട് വേണ്ട, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടാവണേ എന്നൊക്കെ എല്ലാവരും. ഫുഡ് കുഴപ്പമില്ലല്ലേ? മൊത്തത്തിൽ ഇതുവരെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഗ്യാസ് ട്രബിൾ കാര്യങ്ങളുണ്ട്. പുള്ളി അത് എന്താ ട്രക്കിങ് പകുതി വെച്ച് നിർത്തി പോവുകയാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള റിട്ടേൺ പോവുകയാണ്. നമ്മളപ്പോ ഇപ്പൊ ടെന്റിൽ നിന്ന് എന്താ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ടെന്റ് കാലിയാക്കി അടുത്ത പോയിന്റ് അപ്പൊ റാഫി ഇപ്പോ ഏറെ ഒരു ടീം ഇപ്പോൾ ഡിസെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിസെൻഡ് ചെയ്യേണ്ട ടീമിന്റെ കൂടെയാണ് പോകുന്നത്. കേരള സേ സൂപ്പർമാനെ, കേരള സേ വന്നോക്കിയ ഒരുത്തൻ മാറി 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 മാറുതേ, നമ്മളെ സൂപ്പർമാൻ വരുന്നു. സൂപ്പർമാൻ नाम क्या है? सुपरमैन का नाम क्या है? അനൂപ് വട്ടക്കണ്ടിയാണ് നമ്മുടെ ചേരുന്നത്. അവന് തണുപ്പൊന്നൊരു വിഷയമല്ല, നാം പറയണേ അല്ലേ? ഒരു തണുപ്പൂലല്ലേ? എന്തല്ലേ ഇതൊക്കെ വേണ്ട. അവൻ മഞ്ഞെടുത്ത് മേത്തിടും. അതാണ് വട്ടക്കണ്ടി. അവന് തണുപ്പൊന്നൊരു വിഷയമല്ലേ? ബോക്സറൊക്കെ ഇട്ട് അപ്പൊ കാശ് ഞങ്ങള് നമ്മുടെ ടെന്റിനകത്ത് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ഇതുണ്ടാ ടെന്റിന് അകമാണ്, പുറമല്ല. ടെന്റിനകത്താണ് ഇത്ര വയസ്സ്. ഇന്നലെ കാണുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷനിലായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് സിദ്ധാർത്ഥ്, വരുൺ, ഇത്രയും പേരാണ് ഇന്നലെ ടെന്റിൽ ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് വരുന്ന ശേഷം. ഇതുകൊണ്ടാ വെളിയിൽ കിടന്നിട്ട് ഇതിനകത്ത് കഴുക്കായി. ഇപ്പോ ട്രക്ക് ചെയ്ത് നമ്മുടെ ടീ പോയിന്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ടാ ഇന്നലെ സ്നോഫോൾ നടന്നിട്ടപ്പോൾ ആ വെള്ളമൊക്കെ हमारा डुकरू भाई बाय आगे मेरे को फेसबुक में डाल देना, व्हाट्सएप में डाल देना, यूट्यूब में डाल देना. बाबा ढाबा का नाम से डुकरू भाई. അപ്പോൾ ഡുക്രു ഭായിനോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ പോകണതാണ്. നമ്മൾ ഇന്നലെ ഇവിടെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് ഇവിടെയായിരുന്നു. നമ്മുടെ ലീഡർ ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. കുറച്ച് പേര് പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ കൂട്ടിയ സ്ഥലം നിങ്ങൾ കാണിച്ചതല്ലോ. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ടെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ എല്ലാവരും ഇരുന്ന് ട്രെക്ക് ഇന്നലെ പേയ്മെൻറ്റ് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ രാത്രി ചായ കുടിച്ചാൽ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ ഒരു 50 വെച്ചിട്ട് കൊടുക്കുന്നത്. അതിന് പേയ്മെൻറ്റ് എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്നാണ് ശരിക്കും ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇവിടെ മുകളിലോട്ട് ഹൈക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നോക്കി അടിപൊളി വ്യൂ ആണ് ഇവിടെ. നമ്മൾ ഈ അങ്ങാടാണ് ട്രക്ക് ചെയ്ത് പോകുന്നത്. ഈ സ്റ്റിക്ക് നേരെ അങ്ങോട്ട് മുകളിലോട്ടാണ് നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോൾ ജുഡാക്ക തലാബിലെത്തിയിരിക്കുകയാണ്. എന്തെല്ലാം വ്യൂ ആണെന്നറിയോ? ഇവിടെ ഒരു ചായ് പോയിൻ്റ് ഉണ്ട്. ചായ് പോയിന്റിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം ചൂടാവുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ വേർക്കണുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജാക്കറ്റൊക്കെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫുൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. 3 ലെയർ തെർമൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത് മാറ്റാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇവിടെ ജുഡാക്ക തലാബിലെ ആ ഒരു ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക്
പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്ര മനോഹരമാണ് ഇവിടുത്തെ വ്യൂകള്. ആ മരത്തിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് കിടക്കണമൊക്കെ നമ്മുടെ ഇതാണ് ഇവിടുത്തെ. ഇവിടെ കുറേ ഞാൻ പറയില്ല, ഇവിടെ കുറേ ടീമുകളുണ്ട്, കുറേ പാക്കേജ് കൊടുക്കണ കുറേ കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ ഓരോ ക്യാമ്പ് സൈറ്റുകളാണ് ഇത്. എല്ലാം വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും. ഇത് നോക്കി, ഇത് വരണം, ഇത് വേറെ വരണം, അങ്ങനെയാണ്. ഇവിടെ ഒരു ചായ പോയിന്റ്, നമ്മളവിടെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ലേക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ അത് ഫ്രോസനാണ് ഗൈസ്. നമ്മുടെ ഈ ലേക്ക് ഇത് വിഷ്വൽ നോക്കിയേ, എന്ത് രസമാണ് നോക്കിയേ. നോക്കിയത് വാവ്, നിങ്ങൾക്ക് കണ്ടതറിയില്ല, അത് ഫ്രോസായി കിടക്കുകയാണ്. ഇന്നലെ സ്നോഫാൾ വന്ന് ടെമ്പറേച്ചർ -6 ഒക്കെ ആയിരുന്നു മാക്സിമം ടെമ്പറേച്ചർ വന്നിരുന്നത് എന്നാണ് ഇന്ന് നമ്മളെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയാണ് നമ്മുടെ ലേക്ക് ഫ്രോസായി കിടക്കുന്നത്. ഫ്രോസൺ ഗൈസ്. ഇതാലും ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല, അത്രയും ഇവിടുത്തെ ഒരു വ്യൂ അല്ലേ, ഒരു രക്ഷയില്ല. സിദ്ധാർത്ഥേട്ടോ, ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഈ ചുറ്റുപാട് നോക്കിയാന്ന് എങ്ങനെയുണ്ട് മൊത്തത്തില്? വാക്കുകളില്ല അല്ലേ? ഇവിടെ തന്നെ വരണം നിങ്ങൾ അല്ലേ? അതെ. ഇതിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് എന്താ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ മേളിൽ കൂടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാന്ന് തോന്നുന്നു. പക്ഷെ ഐസ് ബ്രേക്കായ വെള്ളത്തിൽ കിടക്കും, അത് വേറെ. ഇപ്പോഴേ നോക്കി കുത്തി കാണിച്ചതേ. ഇവിടെ പൊട്ടണുണ്ട്, കണ്ടത് ഏത് പൊട്ടണുണ്ട്. മുകളിലത്തെ ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഐസായിട്ടുള്ളൂ, അതിൻ്റെ അടിയിൽ ഇപ്പോഴും വെള്ളം തന്നെയാണ് ഐസ്. നമ്മുടെ സൂപ്പർമാനാണ് കേട്ടോ. അവർ തണുപ്പൊന്നും ഒരു വിഷയം അല്ല കേട്ടോ, ഇത്രയും കണത്തിലാണ് ഐസ്. എന്ത് തണുപ്പല്ലേ അല്ലേ? പക്ഷെ എന്ത് നമ്മളപ്പോ ഇപ്പൊ നമ്മളൊരു ചായ പോയിലെത്തി. അവിടെ നിന്ന് ഇനിയൊരു 2 കിലോമീറ്റർ എന്തോ ഉള്ളൂ. വേഗം നമ്മളിപ്പോൾ എത്തും ബേസ് ക്യാമ്പിലോട്ട്. ഏതാണ്ട് ബ്രോ സംഭവം കിടിലമാണ്, എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ട്രക്കാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് നൈസായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, ഒരു ബിഗിനർ ലെവലിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ട്രക്കാണ്. അതിനുശേഷം നമുക്ക് വലിയ ട്രക്കിംഗ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റൈലൻ സംഭവമാണ്. കാരണം ഇവിടുത്തെ ഓൾമോസ്റ്റ് ക്യാമ്പ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡാണ്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നൈസ് ഫുഡ് കിട്ടും, പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു വാസ്റ്റ് ട്രക്കിങ്ങിൽ പോകുന്നതിൽ ഫുള്ളി എന്താ സെലിബ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. കാമാണല്ലേ മൊത്തത്തിൽ? കാമാണ്, പീസാണ് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനാണ്. പക്ഷെ ഇവിടുത്തെ വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അതിമനോഹരമാണ്. നോക്കി, നമ്മൾ ഈ മഞ്ഞുമലയാണ് നമ്മൾ പയ്യെ ട്രക്ക് ചെയ്ത് പോകുന്നത്. ഇത് മനോഹരമാണ്. നമ്മുടെ ട്രക്ക് ചെയ്ത് നമ്മുടെ സിദ്ധാർത്ഥ് എല്ലാവരും എക്സ്പീരിയൻസ് പറഞ്ഞോട്ടാ. ഇത് മാരീഡാണ്, കൂട്ടത്തിലെ കല്യാണം കഴിച്ച ഓരോരോ വ്യക്തിയാണ്. അതിൻ്റെ കാരണം മഞ്ഞൊരുക്കിട്ട് സ്ലിപ്പാവാ അല്ലേ പറ്റുന്നില്ല. ബേബി സ്റ്റെപ്സ് വെച്ചിട്ട് കയറി പോകണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. മാത്രം ഇത്രയും പേരാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടൂർ ഗൈഡ് ഇതേ വരുന്നത്, പിന്നെ ഞാനും. നമ്മുടെ കൂടെ ഉണ്ടായ ഒരാൾ ഇന്നില്ല, പുള്ളിക്ക് വയ്യാത്തതുകൊണ്ട് ഇന്ന് ഇറങ്ങി. അപ്പോൾ ബാക്കി എല്ലാവരും വരിയായിട്ട് ട്രക്ക് ചെയ്ത് പോവുകയാണ്. പിന്നെ ഇന്ന് തിരക്കൊട്ടുമില്ല. ഇന്നലെ ഭയങ്കര റഷായിരുന്നു. ഇന്ന് നമുക്ക് ഒട്ടും തിരക്കില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് ട്രക്ക് ചെയ്ത് പോവാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏകദേശം കേത്തറക്കന്ത ബേസ് ക്യാമ്പിലോട്ട് എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഉണ്ടാകത്തുള്ളൂ. നോക്കിയേ, ഇതാണ് നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്ന
വഴി നോക്കി. അപ്പോൾ ഇവിടെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടെൻറ്റുകൾ കാണാൻ പറ്റും. അതൊരു ടീമിൻ്റെ ക്യാമ്പ് സൈറ്റാണ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ ട്രക്ക് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഇപ്പോൾ ടെമ്പറേച്ചറൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് 10-ാം തീയതി ഒരു ടീം പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സെയിം ക്യാമ്പയിൻ ഹിമാലയൻസിൻ്റെ പാക്കേജ് എടുത്ത് തന്നെ മലയാളികൾ 10-ാം തീയതി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകാൻ വഴിക്ക് നമ്മളിപ്പോൾ കണ്ടു. അവർ പറഞ്ഞു അടിപൊളിയാണ്, മുകളിലിപ്പോൾ സ്ലൈഡ് ചെയ്ത് വരാൻ പാകത്തിനുള്ള സ്നോ ഉണ്ട്, ഇന്ന് അവർക്ക് സൺറൈസ് ഒക്കെ കിട്ടി, നല്ലതായിരുന്നു, നിങ്ങൾക്ക് നാളെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ തണുപ്പ് നല്ല കൂടുതലാണ്, നല്ല തണുപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ വന്ന സമയം നല്ലൊരു സമയമായി പോയി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഞാൻ അടുത്ത മാസത്തേക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജയൻചേട്ടൻ പറഞ്ഞു വേണ്ട, ഇപ്പോൾ പൊയ്ക്കോ, ഈ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉണ്ടാവില്ല, പൂക്കുണ്ടാവില്ല, ഇപ്പോൾ തന്നെ പോകണമെന്ന് നല്ലത്. ക്ലൈമറ്റൊക്കെ എപ്പോഴേലും മാറാം. പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് മാറി, ഫുൾ സ്നോ ആയി. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സ്നോ ഉണ്ട് ഇപ്പോൾ ഇവിടെ. സ്നോ കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്തായാലും അടിപൊളിയാണ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ട് ജസ്റ്റ് ഇതേ എത്തിയിട്ടോ. ആ ബ്ലൂ ഇല്ലേ, ബ്ലൂ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ബ്ലൂ ആണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ആ നീല ടെൻറ്റ് കാണുന്നില്ലേ, അതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ നമ്മൾ കേന്ദ്രഗന്ധ ബേസ് ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കണം. ഇനി നാളെ ഒരു സബ്മിറ്റ്, അതും കൂടെ ബാക്കിയുള്ളൂ. പിന്നെ ഓക്കെ, ഈ പാലം കടന്ന് വേണം അങ്ങോട്ട് പോകാൻ. വേണ്ട, റിസ്ക് ആണപ്പോൾ പാലം കടക്കാതെ താഴെ വഴി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്നൊക്കെ വീണെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. കേന്ദ്രഗന്ധ ബേസ് ക്യാമ്പിലെത്തി. നമ്മൾ നമ്മുടെ ക്യാമ്പിൽ എത്തിച്ചേർന്നിരുന്നു. ക്യാമ്പിംഗ് ഹിമാലയാസിൽ സക്സസ്ഫുള്ളി വി റീച്ച്ഡ് കേന്ദ്രഗന്ധ ബേസ് ക്യാമ്പ്. ഇവിടുത്തെ വിഷ്വലൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഫുള്ള് ഹിമാലയൻ മൗണ്ടൻസ് ആണ്. ആ കാണുന്നത് കേന്ദ്രഗന്ധ പീക്കും. നമ്മൾ അപ്പോൾ ബേസ് ക്യാമ്പിലെത്തി. അപ്പോൾ ലഗേജൊക്കെ വെക്കുന്ന എല്ലാം സെറ്റാണ് കേട്ടോ. ഓരോരുത്തർ ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി നിബിൾസിൻ്റെ മീൻകറിയും ചോറും ഓൾറെഡി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിലൊക്കെ വെച്ച് നമ്മൾ ഓൾറെഡി കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ കേന്ദ്രഗന്ധയിൽ വന്നിട്ട് നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട മീനും ചോറും, നമ്മുടെ മീൻകറിയും ചോറും ഇവിടെ വെച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തേങ്ങാപ്പാലിട്ട മീൻകറിയും അതുപോലെ തന്നെ 2 പാക്കറ്റ് ചോറുമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി ഇന്നിവിടെ ഫുഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഇതും കൂടെ കഴിക്കാൻ ഉള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഡൈനിങ് ആണ് ഇത് വരുന്നത്. പിന്നെ അത് കിച്ചൺ. ഇതാണ് നമ്മുടെ ടെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ടെൻറ്റിൽ ഇന്നലെ നമ്മൾ ഒരു ടെൻറ്റിൽ 3 പേര് കടന്നിരുന്നത്. ഇന്ന് നമ്മളിവിടെ ഒരു ടെൻറ്റിൽ 4 പേരാണ് കിടക്കേണ്ടത്. ഇതാണ് നമ്മുടെ ടെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഷെഫില്ല. അപ്പോൾ ഇത് എന്നോട് തന്നെ ചെയ്താൽ പറഞ്ഞേക്കണം. ഇന്ന് വേറെ പണിയൊന്നുമില്ല, നമുക്ക് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ ചൂടുവെള്ളം കിട്ടിയാൽ മതി എനിക്ക് ജസ്റ്റ് ഇടാൻ. അതായത് നമ്മളിത് ചൂടുവെള്ളത്തിൽ അവിടെ ചോറും മീൻകറി ഇട്ടിട്ടുണ്ട്. എല്ലാവരും വെയിറ്റിംഗ് ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിലാവുമായിരിക്കും. 5 മിനിറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയും ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാന്തേ നമ്മുടെ കേരള മീൻകറി, നമ്മുടെ കേരള കുത്തരി. നോക്കിയേ ഇതെവിടെ നിന്ന് കഴിക്കണേ നോക്കിയേ. നമ്മുടെ ഈ മഞ്ഞുമലയിൽ നിന്നിട്ട് നമ്മുടെ കേന്ദ്രഗന്ധയുടെ ടോപ്പിൽ നിന്നിട്ടാണ്, ബേസ് ക്യാമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഈ മീൻകറിയും ചോറും കഴിക്കണത്. അപ്പോൾ ഇതിൻ്റെ അത് ഇത്രയും പേര് വെയിറ്റ് ചെയ്യാനുണ്ട് നമുക്ക് വേണ്ടിയിട്ട് മീൻകറിയും ചോറും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അവർക്ക് जस्ट टेस्ट किया भाई टेस्ट करो भैया। हाँ जी टेस्ट करो। कैसा टेस्ट करे, चम्मच से करते थोड़ी सी टेस्ट। ये वाला टेस्ट करे, ये वाला करे। दो में टेस्ट करो। ये अलग है। हाँ ओह, ब्राउन राइस केरला इस
सिर्फ टेस्ट करना है या खाना है? ടേസ്റ്റ് കറോ. അപ്പം നമ്മുടെ ടൂർ ഗൈഡാണ് ആദ്യം ടേസ്റ്റ് ചെയ്യണേ. കൈസാ ഹേ अच्छा मस्त है. मस्त. ओह गजब, एक बार और कटो. बाइक पे और रोड करना रहे हैं. ये तो मजा आ गया. अच्छा है. കഴിച്ചോ. അപ്പോൾ ഇത് നമ്മളെ മലയാളി ടൂർ ഗൈഡ്. അപ്പോൾ എന്തായാലും ഇതിവിടെ കൊണ്ടുവന്നത് എന്തുകൊണ്ട് നന്നായി. അപ്പോൾ ഇത്രയും ദിവസം നാട്ടിൽ ഫുഡൊക്കെ മിക്സ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യണം, നമ്മുടെ കൂടെ വന്നേക്കണ പിള്ളേർക്ക് കൊടുക്കാം. ഫുഡ് എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളിയല്ലേ? നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയാൽ അറിയുമല്ലോ ഇല്ലേ ഇത്? അപ്പോൾ വേണ്ട. അപ്പോൾ ഇതാണ് സൂപ്പർ. ആ അതേ തന്നെ. അപ്പോൾ അതെ അവരവിടെ ഒച്ചപ്പാടിനാക്കി തുടങ്ങി. അപ്പോൾ അവർക്ക് മീൻ കറിയും ചോറും ഇല്ലാതെ. അപ്പോൾ എല്ലാവരും എടുത്തോ. അതേ നടക്ക് വെക്കാം, ഇടി ഉണ്ടാക്കരുത്. അപ്പോൾ ഒരിത്തിരി എനിക്ക് വെക്കണേ, ഒരിത്തിരി എനിക്ക് വെക്കണേ, അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഇടി ഉണ്ടാക്കുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറ. ആരെല്ലാം കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് മീൻ കറി കൂട്ടില്ലേ അല്ലേ? അടിപൊളി, സൂപ്പർ അല്ലേ? അപ്പൊ നിങ്ങളും ഇതുപോലെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മച്ചാനെ എനിക്ക് ഇത്തിരി വെക്കളയ്യാ. ആ ഒരു മീൻ കറി ഉള്ളൂടാ. അപ്പോ എങ്ങനെയുണ്ട് മീൻ കറി? എങ്ങനെയുണ്ട്? നമ്മുടെ ഈ നമ്മൾ ഇത് അവിടെ കഴിക്കണ നോക്കിയേ, ഇവിടെ കേദർഗന്ധയുടെ ടോപ്പിൽ ബേസ് ക്യാമ്പിൽ നിന്നിട്ട് ഇത് കഴിക്കണത്. അടിപൊളി. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് പാക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ചോറ് കൊടുത്തു. അതെ, ഒരു പാക്കറ്റ് ചോറും കൂടി ഉണ്ട്. ചോറും ഉണ്ട്. ചോറ് കൊടുത്തത് പൊട്ടിച്ചെടുത്ത് കഴിച്ചോട്ടാ. അപ്പോൾ ഞാനെന്താ ഇവിടെ നമ്മുടെ നാട്ടിലെ ചോറും മീൻകറിയും കഴിക്കാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ചോറും മീൻകറിയും. പക്ഷേ അത്രയും നമുക്ക് ചൂട് കിട്ടണല്ലോ. ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കര തണുപ്പായതുകൊണ്ട് വേഗം തണുപ്പാണ്. അടിപൊളിയാണ്. നമ്മളപ്പോൾ ഇപ്പം എന്താ ഈവനിങ് ഇപ്പോൾ ചായ ടൈമായി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. സൺസെറ്റ് ആവാറായിരുന്നു. ഇപ്പോൾ തന്നെ സൺസെറ്റ് ആവും. പിന്നെ നമ്മുടെ ചുറ്റിനും എന്താ നമുക്ക് ഫുള്ള് മലനിരകളാണ്, ഹിമാലയൻ മലനിരകൾ. ഓക്കെ, അപ്പോൾ ഓരോരുത്തർ ചായ കുടിക്കാൻ വേണ്ടി ക്യാമ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ മഞ്ഞ് ഇത്തിരി മെൽറ്റായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ ഇത്തിരി മഞ്ഞ് മെൽറ്റായിട്ടുണ്ട്. 4 മഞ്ഞ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ സൺ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണും. ജസ്റ്റ് സൺ സെറ്റായപ്പോൾ ഒരു അരമണിക്കൂറിൽ തന്നെ ഇവിടെ ഇരുട്ടാവും. ഇന്നലെയൊക്കെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേദർഗന്ധ ബേസ് ക്യാമ്പിലാണ്. നാളെ ഇവിടെ നിന്നാണ് നമ്മൾ സബ്മിറ്റ് പോണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പീക്ക് കാണിച്ചു തരാം. ആ ഒരു കുന്നും കാണണല്ലേ, അതാണ് നാളെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കേദർഗന്ധ പീക്ക്. നാളെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു രാവിലെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു 8 മണിയൊക്കെ എന്തായാലും സബ്മിറ്റ് പോയിൻ്റ് എത്തുമ്പോഴേക്കും. അപ്പോൾ അതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേദർഗന്ധ പീക്ക്. നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നടന്നതാണ്. ഹലോ ഗായ്സ്, ഇപ്പോൾ ഞങ്ങൾ ടെൻറ്റിനകത്താണ്. ഇപ്പോൾ സമയം 6 മണിയായി. ഇപ്പോൾ തണുപ്പെന്ന് പറഞ്ഞാലേ നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ ഇതേ അവിടെ നോക്കിക്കണ്ട നല്ല പുകയാണ് പോണത്. അപ്പോൾ അത്രയും തണുപ്പാണ് ഇവിടെ. നല്ല തണുപ്പുണ്ട്. നമ്മൾ 3 ലെയർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ കിടക്കാൻ പോകുന്നത്. അത്രയും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ നാളെ രാവിലെ 2 മണിയാകുമ്പോൾ വേണ്ടിയിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും തന്നെ താങ്ക് യു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി താങ്ക് യു ഗായ്സ്.